ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോലെ എനിക്ക് 5000 രൂപ എങ്ങനെ കിട്ടിയെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിലായിരിക്കും എല്ലാവരും പറഞ്ഞു തരാം. 5000 രൂപ എങ്ങനെ കിട്ടിയെന്ന് അറിയണമല്ലേ? വായോ പറഞ്ഞുതരാം. സിമ്പിളായിട്ടുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്നെ പോലെ 5000 രൂപ കിട്ടാം. ഇൻഷുറൻസ് വഴിയാണ്, ഒരുപാട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് വീട്ടിലിരുന്നുകൊണ്ടാണ് എനിക്ക് 5000 രൂപ കിട്ടിയത്. അപ്പം നമുക്ക് അധികം വലിച്ചു നിട്ടാതെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ എല്ലാ വീഡിയോസിനും ഒരുപാട് നല്ല കമൻസും റിപ്ലൈസും ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിലൊക്കെ ഒരുപാട് സന്തോഷം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ എമൗണ്ട് കിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് എന്നെ ഒന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ ഇൻഷുറൻസ് എടുക്കണ്ടേ, നല്ല എമൗണ്ട് കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയതിന് ശേഷമാണ് ഈ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സിമ്പിൾ കുട്ടി കുട്ടി കാര്യങ്ങളെല്ലാം ഞാൻ വീട്ടിലിരുന്നുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അധികം വലിച്ചിട്ടാണ് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വേണ്ടത് പോസ്റ്റ് ഓഫീസിലൊരു അക്കൗണ്ടാണ് വേണ്ടത്. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്നിട്ട് ജസ്റ്റ് 200 ബിലോ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. എനിക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു എനിക്കൊരു ആക്സിഡൻ്റൽ ഹെൽത്ത് ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ 3 സ്കീം ഉണ്ടെന്ന് പറഞ്ഞു. 355 രൂപ പ്രതിവർഷം, അതായത് വർഷത്തിൽ 355 രൂപ അടച്ചിട്ടുള്ളൂ 5 ലക്ഷത്തിന് ഇൻഷുറൻസ്. 555 രൂപ അടച്ച 10 ലക്ഷത്തിന് ഇൻഷുറൻസ്. 775 രൂപ അടച്ച 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. അപ്പം ഞാൻ 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളത്. 15 ലക്ഷം എന്ന് കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട കേട്ടോ. പ്രതിവർഷം 755 രൂപ അടച്ചാൽ മതി. അപ്പം ഞാൻ നേരെ ചെന്നു, എനിക്ക് ആക്സിഡൻ്റൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്ന് പറഞ്ഞു. 785 രൂപ ഞാൻ അടച്ചു. എനിക്ക് ഇൻഷുറൻസ് അവർ ചെയ്തു തന്നു. അപ്പോൾ ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഒരു ആധാർ കാർഡ് വേണം. അവിടെ ചെന്ന് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുത്തു. അതിനുശേഷം വെരിഫിക്കേഷന് ഭാഗമായിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് വെക്കാൻ പറയും. ആധാർ വെരിഫിക്കേഷൻ അല്ലേ. അപ്പം നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് അവിടെ ഉള്ളൊരു മെഷീനിൽ വെച്ചിട്ട് വെരിഫൈ ചെയ്തിട്ട് ഒക്കെ പാസ്സാക്കി വിട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്നൊട്ടാണ് ക്ലെയിം ആവുക? നാളെ ഇപ്പം എനിക്കൊരു ആക്സിഡൻറ്റ് നടന്നെങ്കിൽ എനിക്ക് കിട്ടണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു 15 ദിവസം കഴിഞ്ഞാലാണ് ക്ലെയിം ഓക്കെ ആവുള്ളൂ എന്ന്. അപ്പം ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. 15 ദിവസം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 2 മാസം, 3 മാസം, 5 മാസം, 6 മാസം കഴിഞ്ഞു. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഒരു 8 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് അറിഞ്ഞപ്പോഴാണ് ഇൻഷുറൻസ് എടുത്തത്. അപ്പോൾ ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഡെലിവറി നടന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണല്ലോ, റെസ്റ്റിലാണല്ലോ. അപ്പം ഞാൻ എന്തായാലും അങ്ങനെ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതല്ല. അപ്പോൾ ഈ സംഭവം സത്യമാണോ നോക്കണ്ടേ. അപ്പം ഞാൻ അവരുടെ പോസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ഡെലിവറി കഴിഞ്ഞു, അപ്പോൾ ഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവരെനിക്കൊരു മാഡത്തിൻ്റെ നമ്പർ തന്നു. ഈ മാഡമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം, ഞങ്ങളുടെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ആ മാഡം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് ആ മാഡത്തിനെ വിളിച്ചു. വിളിച്ചപ്പോൾ ആ മാഡം എനിക്ക് എൻ്റെ ക്ലെയിം ID എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതായത് ഞാൻ പോളിസി എടുത്ത നമ്പറില്ലേ, ആ നമ്പറും ആ ഡീറ്റെയിൽസൊക്കെ ഒരു കാർഡായി കിട്ടും. ATM കാർഡില്ലേ, അതുപോലെ ഒരു കാർഡ് എൻ്റെ കയ്യിൽ ഉണ്ടാ കാർഡ്. പക്ഷേ കാർഡിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാത്തത്. അതിൻ്റെ പുറത്തൊക്കെ എൻ്റെ പേരും നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ATM കാർഡ് പോലെ ഒരു കാർഡ് കിട്ടും. ആ കാർഡ് ഞാൻ ആ മാഡത്തിന് വാട്സപ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെ നമ്പറും ID എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ മാഡം അപ്പം തന്നെ സൈറ്റിൽ കയറി എന്തൊക്കെയോ ചെയ്തിട്ട് എനിക്കൊരു 2 പേജ് അയച്ചു തന്നു. എൻ്റെ ക്ലെയിം ഞാനിങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള 2 പേപ്പർ എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ഇനി ചെയ്യേണ്ടത് മാഡമാണ്. എന്നെ ഏട്ടാ മാഡം എന്ന് വിളിച്ചത്. ഇനി ചെയ്യേണ്ടത് മാഡമാണ്. മാഡം സൈറ്റിൽ കയറിയിട്ട് ഇത് അപ്ലൈ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഓഫീസിൽ വന്നാൽ ചെയ്തു തരുമോ? ഇല്ല, ഇത് അങ്ങനെ ഓഫീസിൽ വന്നൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ തന്നെ നേരിട്ട് സൈറ്റിൽ കയറി ചെയ്യണമെന്ന്. അപ്പം ഞാൻ ഓക്കെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം എനിക്ക് സൈറ്റ് അയച്ചു തന്നു. അവർ ഏത് സൈറ്റിലാണോ ചെയ്യേണ്ടതെന്ന് എനിക്ക് സൈറ്റ് അയച്ചു തന്നു. അതേപോലെ ഡെമോ വീഡിയോ അയച്ചു തന്നു. ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ ക്ലിക്ക് ചെയ്യണം, ഈ ടാബ് ക്ലിക്ക് ചെയ്താൽ എങ്ങോട്ട് പോകും എന്നുള്ള ഡീറ്റെയിൽസ് ഫുൾ എനിക്ക് ഡെമോ ആയിട്ടൊരു വീഡിയോ അയച്ചു തന്നു. ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, ഫുൾ പ്രിപ്പയർഡാണ്. അതിന് മുന്നേ എനിക്ക് വേറൊരു പേപ്പർ തന്നു എന്തൊക്കെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളത്. എൻ്റെ ഫോട്ടോ, എൻ്റെ ഡീറ്റെയിൽസ്, ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ എൻ്റെ ഡിസ്ചാർജ് സമ്മറി, എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സ്, സ്കാനിങ് റിപ്പോർട്ട്സ്, എക്സ്റേ ഉണ്ടെങ്കിൽ അത്, ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ, ഇങ്ങനെ ഒരു 10-12 ഡോക്യുമെൻറ്റ്സ്. അത് കണ്ടപ്പോൾ തന്നെ ഇത് മുഴുവൻ സ്കാൻ ചെയ്ത് ഞാൻ അയക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാനൊരു 2 മണിക്കൂർ കുത്തിരുന്ന് എല്ലാം സ്കാൻ ചെയ്ത് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചു. ആ സൈറ്റിൽ കയറി
കാര്യങ്ങളൊക്കെ ഞാൻ ടപ്പെന്ന് ചെയ്തു. കാരണം നമുക്ക് ഡെമോ വീഡിയോ കിട്ടിയിട്ടുണ്ടല്ലോ. ഡെമോ വീഡിയോ കിട്ടിയ കാരണം ഞാൻ എല്ലാതും കൂളായി ചെയ്തു. അങ്ങനെ ഓരോന്ന് ചെയ്ത് എല്ലാ ബില്ലുകളും സബ്മിറ്റ് ചെയ്യണം. നമ്മൾ എല്ലാ ബില്ലുകളും സബ്മിറ്റ് ചെയ്തു. സാധാരണ ആക്സിഡൻ്റൽ ഹെൽത്ത് ഇൻഷുറൻസ് ആക്സിഡൻറ്റ് പറ്റുമ്പോഴേ കിട്ടുള്ളൂ. പക്ഷെ അതിലൊരു പ്രിവിലേജ് ഉള്ളത് മെറ്റേണിറ്റിക്കും കൂടെ കിട്ടും. അങ്ങനെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും അടിച്ചു കൊടുത്തു. അതിനുശേഷം എനിക്ക് അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നെ വിളിച്ചു. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അതിനുശേഷം പിന്നെ ആളെന്നെ ഹെൽപ്പ് ചെയ്തു കുറച്ചൊക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എൻ്റെ ക്ലെയിം എവിടെ വരെ എത്തി, പ്രോസസ്സിങ് ആണോ എൻ്റെ കാര്യങ്ങളെന്ന് അറിയാനായിട്ട്. അപ്പോൾ നമ്മൾ മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഓരോന്ന് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കില്ല ആദ്യം ഓർഡേഡ്, ഷിപ്പ്ഡ്, അത് കഴിഞ്ഞിട്ട് ഓൺ ദ വേ എന്നൊക്കെ കൊണ്ട് ഇങ്ങനെ ഡീറ്റെയിൽസ് കാണിക്കില്ല, പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഈ ഇൻഷുറൻസിലും ഇങ്ങനെ കാണിക്കും. ആദ്യം അപ്ലൈഡ്, വെരിഫൈഡ്, ചെക്കിങ്, പിന്നെ എന്താ മെഡിക്കൽ ടീം നോക്കുന്നുണ്ട്, പ്രോസസ്സിങ്, ഫണ്ട് റിലീസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ആ ഫണ്ട് എൻ്റെ അക്കൗണ്ടിലെത്തി. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു 7-8 സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി നോക്കും എൻ്റെ ക്ലെയിം എവിടെ എത്തി എന്നുള്ളത് ചെക്ക് ചെയ്യും. അങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ വിചാരിച്ചു കിട്ടില്ല, ഫേക്ക് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ഇരുന്ന് 15 ദിവസം ലാസ്റ്റ് ക്ലെയിം പാസ്സായി. ക്ലെയിം പാസ് കഴിഞ്ഞിട്ട് 15 ദിവസത്തിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ നോക്കുക. ഞാൻ 12ാമത്തെ ദിവസമായപ്പോൾ എൻ്റെ അക്കൗണ്ടിലോട്ട് എമൗണ്ട് വന്നു. 5000 രൂപയാണ് വന്നത് എൻ്റെ അക്കൗണ്ടിലോട്ട്. അപ്പം ഞാൻ വിചാരിച്ചു 5000 രൂപ, ഇതെന്താണ് ഇങ്ങനെ 5000 രൂപ, അതായത് ഇന്ന എമൗണ്ട് എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ച ഡെലിവറിയുടെ എമൗണ്ട് ഫുള്ള് കിട്ടുന്നു. പക്ഷെ ഡെലിവറിയുടെ എമൗണ്ട് ഫുള്ള് കിട്ടിയില്ല. ഇത് ആക്സിഡൻ്റൽ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലേ, അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആ കാരണത്താൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ആ കിടന്ന ദിവസം 1000 രൂപ വെച്ചേ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഡെലിവറിക്ക് ആയിട്ട് ഒക്ടോബർ 1-ാം തീയതിയാണ് അഡ്മിറ്റ് ആയത്. 5-ാം തീയതി ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ 5 ദിവസം ഞാൻ കിടന്നിട്ടുള്ളൂ. ആ 5 ദിവസം 1000 രൂപ വെച്ചിട്ട് 5000 രൂപയാണ് എനിക്ക് കിട്ടിയത്. ഇനി ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ICUയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് 2000 രൂപ കിട്ടും. അപ്പം ഞാനിപ്പോൾ ഈ 5 ദിവസത്തിൽ 2 ദിവസം ICUയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ 4000 രൂപ അപ്പോൾ കിട്ടും. പിന്നെ ബാക്കി 3000 രൂപ ഡെയിലി 1000 വെച്ച് കിട്ടും. പക്ഷെ ഞാൻ ICUയിൽ കിടക്കാത്ത കാരണം 5 ദിവസം നോർമൽ റൂമിലായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് 5000 രൂപ എനിക്ക് കിട്ടി. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഓഫീസിലൊരു അക്കൗണ്ട് എടുത്തിട്ട് ആക്സിഡൻ്റൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും 5000 രൂപ കിട്ടും. അല്ല നിങ്ങൾക്കിപ്പോൾ ആക്സിഡൻ്റ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് കിട്ടും. അതുപോലെ നിങ്ങൾ ആക്സിഡൻറ്റ് പറ്റിയിട്ട് നിങ്ങൾക്ക് ഹാഫ് പാരലിസ് ആവുകയും അല്ലെങ്കിൽ കൈയും കാലമൊക്കെ ഒടിഞ്ഞ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് കിട്ടും. എൻ്റെ ആക്സിഡൻറ്റ് കേസ് അല്ലായിരുന്നു, മെറ്റേണിറ്റി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒറ്റ പൈസയും കിട്ടില്ലായിരുന്നു. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് 5000 രൂപ കിട്ടി. പിന്നെ ഈ എമൗണ്ട് നിങ്ങൾക്ക് 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലുണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതിന് താഴെ ഉണ്ടെങ്കിലും കിട്ടത്തില്ല, 65 വയസ്സിന് മുകളിലുണ്ടെങ്കിലും കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ ആക്സിഡൻറ്റിൽ മരിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഈ ഇൻഷുറൻസ് എടുത്തിട്ട് ഞാൻ 15 ലക്ഷത്തിനാണ് എടുത്തത്, 785 രൂപ അടച്ചിട്ട്. അപ്പം നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത വ്യക്തി മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് 15 ലക്ഷം രൂപ കിട്ടും. പ്ലസ് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുടെ കല്യാണം, വിവാഹമൊക്കെ വരുമ്പോൾ അതിന് സഹായവും കിട്ടും. പ്ലസ് നിങ്ങളുടെ കുട്ടികളുടെ പഠന ചെലവും ഈ ഇൻഷുറൻസിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയത് മെറ്റേണിറ്റിയുടെ 5000 രൂപ മാത്രമാണ്. ഈ ആക്സിഡൻറ്റിൻ്റെ ഫീച്ചേഴ്സാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് കിട്ടിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മറ്റുള്ളവരേക്കൊന്ന് എത്തിക്കുക. കാരണം ഏതൊരു അറിവും ചെറുതല്ല, ഫേമസ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞ ഡയലോഗാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്കും ഭാവിയിൽ ഉപകാരപ്പെടും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 2ാമത്തെ വട്ടം കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ 5000 രൂപ എങ്ങനെ കിട്ടിയെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിപ്പ് ഫോളോ ചെയ്തിട്ട് 5000 റുപ്പീസ് ഏൺ ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് നിങ്ങളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ലവ് സ്റ്റോറി പറയുമെന്ന്. അപ്പോൾ ഏകദേശം കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് അത് പറയാം. നമ്മൾ ഏകദേശം ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റ് ഒന്ന് എത്താറായിട്ടുണ്ട്. അപ്പോൾ ആ ലിമിറ്റ് എത്തിയതിന് ശേഷം ലവ് സ്റ്റോറി പറയാം. ഞാൻ വീണ്ടും കമൻസിൽ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ വീണ്ടും പറയുന്നു, ചേച്ചി ലവ് സ്റ്റോറി പറയുമെന്ന്. ഇപ്പോൾ കുട്ടിയായി എന്നിട്ടും നമ്മളിതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുള്ള സമയം ആവട്ടെ, അപ്പോൾ നമ്മൾ പറയാം.